മലപ്പുറം ഒതുക്കുങ്ങലിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും പ്രൈവറ്റ് ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിക്കുകയാണിപ്പോൾ. സ്വകാര്യ ബസ് ജീവനക്കാരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ അബ്ദുൽ ലത്തീഫ് മരിച്ചതിന് പിന്നാലെയാണ് വ്യാപകമായ പ്രതിഷേധം ഉണ്ടായത്. അബ്ദുൽ ലത്തീഫിനെ മർദ്ദിച്ച 3 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്ത. ഒതുക്കുങ്ങലിൽ നിന്ന് വിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു. വിപിൻ, ഈ പ്രതിഷേധത്തിന്റെ രൂക്ഷത എത്രമാത്രമുണ്ട്? ഇപ്പോഴും സ്ട്രോങ് നിലപാടിലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ? SKN ഇപ്പോൾ സ്ഥിതിഗതികൾ ഒന്ന് ശാന്തമായിരിക്കുന്നു. ഈ ബസ്സുകൾ തടഞ്ഞ് കഴിഞ്ഞ 1 മണിക്കൂറായി ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ രോഷം തന്നെയാണ് ഈ ഒതുക്കുങ്ങലിൽ കണ്ടത്. ഒരു തരത്തിലും അവർ പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് എടുക്കുകയും ചെയ്തത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്നലെ തിരൂരങ്ങാടിയിൽ ഉണ്ടായതിന് സമാനമായി തന്നെ ഇന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറെ ബസ് ജീവനക്കാർ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ഏകദേശം 10 മണിയോട് കൂടിയാണ് വടക്കേമണ്ണ എന്നുള്ള സ്ഥലത്ത് വെച്ച് അബ്ദുൽ ലത്തീഫിന് മർദ്ദനമേൽക്കുന്നത്. സ്വകാര്യ ബസ്സിൽ കയറേണ്ട ആളുകളെ ഓട്ടോറിക്ഷയിൽ കയറ്റി ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ ബസ്സിന്റെ ഇത്തരത്തിലുള്ള ഒരു മർദ്ദനത്തിലേക്കൊക്കെ പോയത്. അങ്ങനെ ബസ്സിന്റെ മുൻപിലെ ഓട്ടോറിക്ഷയുടെ മുൻപിലേക്ക് ബസ് നിർത്തുകയും അതിൽ നിന്ന് ജീവനക്കാർ ഇറങ്ങി വന്ന് അബ്ദുൽ ലത്തീഫിനെ തല്ലുകയുമായിരുന്നു. അബ്ദുൽ ലത്തീഫ് പരിക്കുപറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു. അവിടെ എത്തിയ ഉടൻ തന്നെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. അപ്പോൾ മരണകാരണം എന്ത് എന്നതിനെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമായിരിക്കും വ്യക്തമാവുക. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നതേയുള്ളൂ. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഒതുക്കുങ്ങലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പോയത്. ഇതുവഴി സ്വകാര്യ ബസ്സുകൾ ഇന്ന് ഓടണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് എത്തിയത്. ഇത് ശക്തമായിട്ടുള്ള ഒരു നടപടി വേണം. ഒപ്പം തന്നെ അബ്ദുൽ ലത്തീഫിന്റെ സംസ്കാരം കഴിയുന്നതുവരെ മഞ്ചേരി തിരൂർ റൂട്ടിൽ ഇത്തരത്തിൽ ബസ്സുകൾ ഓടാൻ അനുവദിക്കില്ല എന്നൊരു തീരുമാനമായിരുന്നു അവർ എടുക്കുകയും ചെയ്തത്. ഉടൻ പോലീസ് എത്തിയാണ് അല്പമെങ്കിലും ഈ ഒരു സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വരുത്തിയത്. ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഇതേ ഒതുക്കുങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. SKN അവർ ചേരുകയാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങളുടെ ആവശ്യം ആ കുടുംബത്തിന് മാന്യമായ നീതി കിട്ടണം. ഇതുപോലെ ബസ് പാവപ്പെട്ട ഡ്രൈവർമാർ, ഓട്ടോ ഡ്രൈവർമാർ പാവങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ നെടലിൽ കയറി ഞങ്ങളെ തല്ലിക്കൊല്ലണ ഈ പ്രവണത ഇന്നതൊത്തോടെ ഇവിടെ അവസാനിക്കണം. ഇന്നലെ ഇതുപോലെ സമാന ഒരു സംഭവമാണ് വൈലത്തൂരുണ്ടായത്. സ്വന്തം ഭാര്യയെ ഓട്ടോയിൽ കയറ്റിയതിൻ്റെ പേരിൽ ബസ് ഡ്രൈവർ അടിച്ചു പറഞ്ഞു. നടപടി എടുക്കുന്നത് വരെ ഞങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടാക്കും. അങ്ങനെ ഇനി ഒരു ബസ്സുകാർക്കും ഓട്ടോ ഡ്രൈവർമാരെ തല്ലാൻ ഞങ്ങൾ വിട്ടുകൊടുക്കൂല. തച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ തിരിച്ചടിക്കാൻ കഴിയും. അത് വ്യക്തമായിട്ട്, അത് മീഡിയ വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാം, ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിൽ വേറൊരു സംശയമില്ല. നിലപാടിലേക്കാണ് ഇതിന്റെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികൾ പോകുന്നത്. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട PTB ബസ്, അതായത് മഞ്ചേരി ടു തിരൂർ ഓടുന്ന PTB ബസ്സിലെ 3 ജീവനക്കാരെയാണ് ഇപ്പോൾ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അവരുടെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കും. ഒപ്പം തന്നെ അബ്ദുൽ ലത്തീഫിന്റെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് മലപ്പുറത്തെ താലൂക്ക് ആശുപത്രിയിലാണ്. അവിടുത്തെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയും ചെയ്യുക. SK. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ.